ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സുത്തുകുട്ടികളെ, നേച്ചർ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വളരെ ദയാലുവായിരിക്കും. അവൻ പാവാണ്, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവമുള്ളവനായി മാറുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം എത്രയോ പേര് സഹായത്തിനിറങ്ങി. പക്ഷെ ഈ സഹായത്തിന് ഇറങ്ങുന്നവർക്കും ബുദ്ധിമുട്ടാണെങ്കിലോ, അപ്പം ആര് നമ്മളെ സഹായിക്കും? ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 3 നില വീടുള്ള മനുഷ്യൻ ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടി കീഴുന്ന മുഖവും വെച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നു. പക്ഷെ വെള്ളപ്പൊക്കം കഴിഞ്ഞതിൽ പിന്നെ അയാൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യനെ പുറത്തന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്ന് വരെ. സോ എത്ര തന്നെ മോശം അവസ്ഥകൾ വന്നാലും മനുഷ്യൻ അവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി സ്വാർത്ഥനായിരിക്കും. സോ അങ്ങനെ ഒരു നേച്ചർ ഡിസാസ്റ്ററിൽ പെടുകയാണ് നമ്മുടെ സൗത്ത് കൊറിയ. നാട് മുഴുവൻ വലിയ ഭൂകമ്പം, തൂമ്പ കൊണ്ട് കിളച്ചിട്ടതുപോലെ ഭൂമി പൊളിഞ്ഞിടിഞ്ഞ് മറിഞ്ഞിടക്കുന്ന ഒരു ഭൂകമ്പം. അതില് ഒരേ ഒരു അപ്പാർട്ട്മെന്റ് മാത്രം ഇങ്ങനെ സ്റ്റഡിയായി ഒന്നും സംഭവിക്കാതെ നിലകൊണ്ട് നിൽക്കുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ആ റെസിഡൻസി ജനങ്ങൾ അവര് ജീവിക്കാൻ എങ്ങനെ കഷ്ടപ്പെടുന്നു. അതേസമയം മറ്റുള്ള വാസികളെ, മറ്റുള്ള കുടിയിരിപ്പുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന കലാകാരന്റെ കാൽപ്പനിക കലാവിരുന്നാണ് 2023 റിലീസ് ചെയ്ത കോൺക്രീറ്റ് ഉട്ടോപ്യ എന്ന ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നു. ഇതാ വന്നിരിക്കുന്നു കൂക്കു FM-ന്റെ നെവർ ബിഫോർ ഓഫർ 7 days ഫ്രീ ട്രയൽ. 1 രൂപ പോലും മുടക്കാതെ 1000-ൽ പരം ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാം. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ സത്യമാണ്. ഞാനിപ്പോൾ ഏറ്റുമാനൂർ ശിവകുമാറുടെ അഷ്ടമംഗല്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമ്പത്തുകൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം തികഞ്ഞ ഗൗരിയുടെ വിവാഹം മുടങ്ങിയപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. മുൻ ജന്മത്തിലെ ഭർത്താവിനെ മാത്രമേ അവൾക്ക് വരിക്കാനാവൂ. പിന്നീട് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടി ഇന്ന് തന്നെ സൈനപ്പ് ചെയ്യൂ. വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ആ വലിയ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ ഞാൻ സൗജന്യമായി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പിതാ പുതുതായി ജോസി വാഗമറ്റത്തിന്റെ സസ്പെൻസ് ആക്ഷൻ ത്രില്ലർ വലയം. അതുമാത്രമല്ല, ബാറ്റൻ ബോസിന്റെ റേഞ്ചർ എന്ന ക്രൈം ത്രില്ലറുണ്ട്. ഇനി പ്രണയകഥയാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ നെഞ്ചോട് ചേർത്ത് എന്ന ആതിരയുടെയും സിദ്ധാർത്ഥിന്റെയും പ്രണയകഥയുണ്ട്. അപ്പൊ എന്തിനു മടിക്കുന്നു? എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൂക്കു FM ഡൗൺലോഡ് ചെയ്യുക. 7 ദിവസത്തെ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ലഭിക്കും. ലിമിറ്റ്ലെസ് കണ്ടന്റ് ആണ്. എല്ലാ കണ്ടന്റ്സും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാ എപ്പിസോഡുകളും ഇപ്പൊ അൺലോക്ക്ഡ് ആണ്. ഈ ട്രയൽ പീരിയഡിൽ നിങ്ങൾക്ക് പ്രീമിയം ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ലിസണിങ്ങും ആഡ് ഫ്രീ കണ്ടന്റും. ഓരോ മാസവും നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ 20-ൽ കൂടുതൽ പുസ്തകങ്ങളാണ് ആഡ് ചെയ്തു വരുന്നത്. ഏതൊരു സമയത്തും കൂക്കു FM നിങ്ങളുടെ നല്ല ബഡ്ഡി ആയിരിക്കും. വർക്കൗട്ട് ചെയ്യുമ്പോൾ, റിലാക്സ് ചെയ്യുമ്പോൾ, കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ, ഏത് സമയത്ത് വേണമെങ്കിലും. ഫാമിലി റോഡ് ട്രിപ്സിന് നല്ലതാണ്. ശാന്തമായ വൈകുന്നേരങ്ങളിൽ, വീക്കെൻഡ് ബോണ്ടിങ്സിൽ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ഇനി എന്തിനു മടിക്കുന്നു? ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ TV-യിൽ പഴയൊരു ഡോക്യുമെന്ററി കാണിക്കുന്നു. ഈ അപ്പാർട്ട്മെന്റുകളൊക്കെ എങ്ങനെയാണ് രൂപം കൊണ്ടത്. ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് പേർക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് താമസിക്കാനും സിറ്റിയുടെ എല്ലാവിധ സൗകര്യങ്ങൾ അനുഭവിക്കാനും വേണ്ടിയൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച ഉപാധിയാണ് ഈ അടുക്കടുക്കനെയുള്ള അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ. ആദ്യകാലത്തൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളിലായിരുന്നു ഒരുപാട് അപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു, നിറച്ച് മനുഷ്യന്മാർക്ക് താമസിക്കാൻ വേണ്ടി. അതുപോലെ വികസിത രാജ്യങ്ങളിലും ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ഉണ്ട്, തൊട്ടപ്പുറത്തും ഉണ്ട്. മനുഷ്യന്മാരകത്തേക്ക് കയറ്റൂല. ചന്തമുള്ള ചേച്ചിമാർ ജിമ്മിൽ പോകുന്ന കാണും. അങ്ങനെ ഏറ്റവും പുതിയ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ പണിതിട്ടുള്ള കുറെ അപ്പാർട്ട്മെന്റുകൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ദൂരെ അങ്ങകലെയായി വലിയ ഭൂകമ്പം. ഭൂമിക്കടിയിൽ എന്തൊക്കെയോ തിളച്ച് മറിയുന്നത് പോലെ എല്ലാ നിമിഷങ്ങൾക്കകം അവസാനിച്ചു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു മുറിക്കകത്ത് നമ്മുടെ നായകനും നായികയും. നായകന്റെ മുഖത്ത് ചില മുറിപ്പാടുകളുണ്ട്, കയ്യിലൊരു കെട്ടുമുണ്ട്. പാവത്തിന് എന്തോ സംഭവിച്ചാൻ തോന്നുന്നു. ഇയാൾ വിഷമത്തോടെ വന്ന് വിൻഡോ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ നാടിന്റെ അവസ്ഥ നമുക്ക് കാണിക്കുന്നത്. ആകെ ഇവരുടെ ഒരു കെട്ടിടം മാത്രമേ ചുറ്റുമുള്ള ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം കിളച്ച് മറിഞ്ഞിരിക്കുക. ഹീറോ നേരെ താഴത്തേക്ക് വരും. കുറച്ച് വെള്ളം മേടിക്കാനാണ് വരുന്നത്.
അപ്പാർട്ട്മെന്റുകളിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ വെള്ളമൊക്കെ. അങ്ങനെ മേടിക്കാൻ വരുമ്പം ഈ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട, ജീവനോടെ രക്ഷപ്പെട്ട അയൽവാസികളായ താമസക്കാർ പലരും അവിടെ അഭയം തേടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരോട് ആരെങ്കിലും നമുക്ക് സഹായത്തിന് വേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. പാവം സെക്യൂരിറ്റിക്കാരനൊന്നും പറയാനറിയില്ല. ഇവർക്ക് ഫോണോ മൊബൈലോ ടിവിയോ ഒന്നുമായിട്ടും കണക്ഷൻ ഇല്ലല്ലോ. ലോകത്ത് എന്താണ് സംഭവിക്കണമെന്ന് പോലും അറിയില്ല. ഭാഗ്യത്തിന് ഹീറോ അവിടുത്തെ താമസക്കാരനായതുകൊണ്ട് തന്നെ അവന് 2 പാക്കറ്റ് ബോട്ടിൽ കിട്ടും, വെള്ളം കിട്ടും. തിരിച്ചു വന്ന് ഭാര്യയോട് ഭക്ഷണ സാധനങ്ങൾ എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പഴകിയതെല്ലാം മണത്തോക്കിയിട്ട് പറയും, അച്ഛൻ കൊടുത്തുവിട്ട റൈസ് കേക്കുകളുണ്ട്, എല്ലാം കൂടി നോക്കുമ്പം ഒരാഴ്ച നമുക്ക് കഷ്ടിച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. അത് കേട്ട് ഹീറോ പറയും, കഴിഞ്ഞ ആഴ്ച ചന്തയിൽ പോവാന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല, എന്നെ തല്ലണമായിരുന്നു. അപ്പൊ ഭാര്യ പറയും, അച്ഛൻ എന്തു പറ്റിയെന്നറിയില്ല, ഒന്ന് പോയി നോക്കണമെന്നുണ്ടെന്ന്. എവിടെ പോയി നോക്കാൻ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു നടക്കുകയാണ്. ഹീറോ, നീ വിഷമിക്കാതെ, അച്ഛനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഇപ്പൊ പുറത്തു പോകുന്നത് നമുക്ക് സേഫ് അല്ല, എന്തായാലും അധികം വൈകാതെ റെസ്ക്യൂ ടീമുകാർ വരും, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. ആള് വെറുതെ പറയുന്ന, ഇവിടെ കല്ലിന്റെയും മണ്ണിന്റെ ഇടയിൽ പല ബോഡികളും മരിച്ച് മരവിച്ച് കിടക്കുന്ന കാണാം. അതിനിടയിൽ കൂടെ സർവൈവ് ചെയ്ത ഒരുപാട് പേര് ഈ അപ്പാർട്ട്മെന്റിനെയും പ്രതീക്ഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്, ഒരുപാട് പേര്. കാരണം അവിടെക്കുറിച്ച് വെട്ടവും വെളിച്ചവും ശബ്ദമൊക്കെ ഉള്ളൂ. രാത്രി ആരോ കതകിൽ ആഞ്ഞു മുട്ടുന്ന കേട്ടിട്ട് ഹീറോ തുറന്നു നോക്കുമ്പോൾ ഒരമ്മച്ചി നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. ആ അമ്മച്ചി തൻ്റെ കുഞ്ഞു പയ്യനെ കാണിച്ചിട്ട്, എൻ്റെ മകൻ തണുത്ത് വിറയ്ക്കുന്നു, ആരും ഡോറ് തുറന്നില്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ മുട്ടി, നിങ്ങളാണ് ആദ്യമായിട്ട് തുറന്ന്, ദയവ് ചെയ്ത് സഹായിക്കണം, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ മകന് വേണ്ടി, അവൻ തണുത്ത് വിറച്ച് മരിച്ചു പോകും, ദയവ് ചെയ്ത് സഹായിക്കൂ. അവരൊരു ടവലൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതൊരു ഒരുപാട് വില കൂടിയതാ, ഇതെങ്കിലും വെച്ചിട്ട് സഹായിക്കൂ. ആ സമയത്ത് ടവൽ ഇടിയിട്ട് എന്താ കാര്യം, പാവം കുഞ്ഞ് കരയുന്നുണ്ട്, നല്ല തണുപ്പാ പുറത്ത്. കൊറിയ അറിയാലോ, ഡോൺലിയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്തല്ലേ, ഭയങ്കര തണുപ്പാ. ഹീറോ കയറ്റണോ വേണ്ടയോ എന്ന സംശയത്തിലാണ്. കയറ്റിനി ബുദ്ധിമുട്ടായാലോ. എന്നാൽ ഭാര്യ വിശാല മനസ്കയാണ്. ആ കുഞ്ഞിനെ കാണുമ്പോൾ അവൾക്ക് താങ്ങാൻ കഴിയില്ല. അവൾ ആ കുഞ്ഞിനെയും അമ്മയും അകത്ത് കയറ്റി അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിറ്റേന്ന് ഹീറോ താഴെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി താഴത്തേക്ക് വരുമ്പോൾ ഒരാൾ സൂട്ട് കേസ് നിറച്ചും തിന്നാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരന് പണം വേണ്ട, ഗ്യാസോ വെള്ളമോ ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടത്, അത്യാവശ്യം ജീവൻ നിലനിർത്താനുള്ള എന്തെങ്കിലും സാധനങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യൻ ബാറ്ററി കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട്. ഹീറോയുടെ കയ്യിൽ ആകെ ഉള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ചാണ്. ഇതെടുത്തിട്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സമയം നോക്കാൻ വാച്ച് വേണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം പുള്ളിക്കാരൻ വാങ്ങിയിട്ട് ഹീറോയ്ക്ക് ചെറിയൊരു ടിന്ന് ഭക്ഷണം കൊടുക്കും. ഈ സമയത്ത് പുറത്തുനിന്ന് വന്നവരും ഇവിടുത്തെ താമസക്കാരും തമ്മിൽ ഭയങ്കര വഴക്കാണ്. അവർക്ക് അകത്തേക്ക് ഇടിച്ചു കയറണം, ഇവർ സമ്മതിക്കുന്നുമില്ല. എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് ആ വഴക്കിനെ ഒന്നും ശ്രദ്ധിക്കാതെ ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരും. നല്ല കുടുംബസ്ഥന, കണ്ട വഴക്കി ചെന്ന് പെട്ടാൽ കുടുംബം ആര് പോറ്റും എന്ന ചിന്തയുള്ള മനുഷ്യനാണ്. ഇവിടെ വീട്ടിലേക്ക് വരുമ്പം നമ്മുടെ ഭാര്യയും, നമ്മുടെ അല്ല അയാളുടെ ഭാര്യയും ആ പുതിയ കുഞ്ഞു കൊച്ചും നല്ല കൂട്ടായിട്ടുണ്ട്. ഇവർ ചെറിയ കളിപ്പാട്ടം റിസീവറിൽ ഹലോ ഹലോ മൈക്ക് ചെക്കിങ്, എവിടെയാണ് എന്ന് ചോദിച്ച് കളിക്കായിരിക്കും. ആ സമയത്താണ് ഭാര്യ വരുന്നത്. പണ്ടെൻ്റെ മാമൻ അയാളുടെ ഭാര്യയെ ഇങ്ങനെ കണ്ണ് കാണിച്ച് വിളിക്കുമായിരുന്നു, ബാബ. എന്നിട്ട് വീട്ടിനകത്ത് കൊണ്ടുപോയി ഒളിച്ചിരുന്ന് മുത്തച്ഛ ഹൽവ എന്ന് പറഞ്ഞതുപോലെ വീട്ടിലെ മറ്റാർക്കും കൊടുക്കാതെ പുത്തൻ ഭാര്യയ്ക്ക് ഇയാൾ മധുരം കൊടുക്കുമായിരുന്നു. അതുപോലെ ഹീറോ ഒളിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് മധുരം കൊടുക്കാണ്. ഭാര്യ അവർക്കും കൂടി കൊടുക്കാന്ന് പറയുന്നുണ്ട്. ആകെ കുറച്ചല്ലേ ഉള്ളൂ, അതിങ്ങനെ പങ്കുവെക്കാണ്. അങ്ങനെ മധുരം പങ്കുവെച്ച് ആ മധുരത്തിൽ ഇത്തിരി തിരിച്ചു കഴിക്കാമെന്നും പറഞ്ഞ് ചുണ്ടോടടുക്കുമ്പോഴാണ് പെട്ടെന്ന് കതക് തുറന്ന് ആ അമ്മയും മോനും വരുന്നു. ഹീറോ എക്സസൈസ് ചെയ്യുന്നത് പോലെ അഭിനയിച്ച് കാണിക്കും. അപ്പോഴാണ് അമ്മച്ചി ചോദിക്കുക, എൻ്റെ മോന് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, ഇവിടെ സൂപ്പ് ഉണ്ടാക്കാൻ അരി ഉണ്ടാവുമോ എന്ന് ചോദിക്കും. ഹീറോയിൻ ആ ഉണ്ടല്ലോ, ഞാൻ എടുത്തു തരാമെന്ന് പറയുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞു പയ്യനാണ്. ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ പെങ്കൊച്ചിനെ പോലെ തോന്നും. അതിനെക്കൊണ്ട് ഇങ്ങനെ അഭിനയിപ്പിച്ചെന്നറിയില്ല. ഈ പലഹാരം കണ്ടിട്ട് ആ കുഞ്ഞിന് കൊതിയാവുക. സോ ഇവര് ബാക്കിയുള്ള പലഹാരം ആ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും പുറത്ത് അവസ്ഥകൾ വന്ന് നോക്കുമ്പോഴാണ് ഒരു താമസക്കാരനെ, ഈ കെട്ടിടത്തിലെ താമസക്കാരനെ പുറത്തുനിന്ന് വന്ന ഏതോ 1-2 പേര് വയറ്റിലേക്ക് കുത്തിയിട്ട് അയാളെ ഫ്ലാറ്റിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിരിക്കുക. ഹീറോയിൻ ഓടി വന്ന് അയാളെ സഹായിക്കും. കാരണം അവളൊരു നഴ്സാണ്, അത്യാവശ്യ ട്രീറ്റ്മെന്റ് അവൾക്കറിയാം. ഈ സമയത്ത് ആ വീടിനകത്ത് ഇടിച്ചു കയറിയ ഔട്ട്സൈഡേഴ്സ് അല്ലേ, അവന്മാരെന്തൊക്കെയോ മണ്ടത്തരം കാണിച്ച് ആ ഫ്ലാറ്റിൽ തീ പിടിച്ച് പുകയൊക്കെ വരാൻ തുടങ്ങും. എല്ലാവരും പേടിച്ച് ഓടിപ്പോവുക, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴാണ് മുഖത്ത് തോർത്തുമുണ്ടൊക്കെ കെട്ടിയിട്ടൊരു ഹീറോ എല്ലാവരും മാറെന്നും പറഞ്ഞ് തീ അണയ്ക്കുന്ന സിലിണ്ടറും കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ നോക്കുക, നടക്കുന്നില്ല. പുള്ളിക്കാരൻ ഓടി വന്ന് ഫയറിന് വെള്ളമടിക്കുന്ന പൈപ്പ് ഓണാക്കും. എന്നിട്ട് ഹീറോയോടും ആ പൈപ്പിലൊന്ന് പിടിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. 2 പേരും കൂടി ആ ഫ്ലാറ്റിനകത്ത് പിടിച്ച തീയെല്ലാം കെടുത്താണ്. അങ്ങനെ ഉണ്ടാകാനിരുന്ന മറ്റൊരു വലിയ
അപകടത്തിൽ നിന്ന് ഈ മനുഷ്യൻ അവിടുത്തെ താമസക്കാരെ രക്ഷപ്പെടുത്തി. പുള്ളിക്കാരനോട് എല്ലാവരും നന്ദി പറയാം, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഒരു ലേഡി ആയിരിക്കും. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഏത് മുറിയിലാണെന്ന് ഇവർ ചോദിക്കുമ്പം ആ ചേട്ടൻ പറയും 902 902 ഒരു വയസ്സായ അമ്മച്ചിയാണ് താമസിക്കുന്നത്. ഓ, നിങ്ങൾ അവരുടെ മകനാണോ? എല്ലാവരെയും സഹായിച്ചതിന് ഒരുപാട് നന്ദി, ജീവൻ പണയം വെച്ചാണല്ലോ നിങ്ങളെ സഹായിച്ച്. ആ പുള്ളിക്കാരൻ പറയും, ഞാൻ മാത്രമല്ല ആ ചേട്ടനുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഹീറോ, അങ്ങേരും കൂടിയിട്ടാ സഹായിച്ച്, എല്ലാവർക്കും നന്ദി. ഈ ബഹളമെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ താമസക്കാർ ഒത്തുകൂടി, അതായത് ഈ അപ്പാർട്ട്മെന്റിലെ മാത്രം താമസക്കാരെല്ലാം ഒത്തുകൂടി നടന്ന സംഭവങ്ങളെ പറ്റി സംസാരിക്കുക. ഇപ്പൊ കുത്തുകിട്ടിയ താമസക്കാരൻ ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങിയതാ. അപ്പോഴേക്കും ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറി ഇയാളെ വീടിനകത്തേക്ക് കയറാൻ വിടാതെ പള്ളയെ കത്തിയിറക്കി പുറത്തേക്ക് ചവിട്ടി തെറിപ്പിച്ചു. ഇങ്ങനെ നമ്മൾ പാവം നോക്കി പുറമേ ഉള്ളവർക്ക് അഭയം കൊടുത്താൽ അത് നമുക്ക് തന്നെയായിരിക്കും വിനയായിട്ട് വരിക. ഇതിങ്ങനെ അവർ പറഞ്ഞിട്ട് തന്നെ പ്രസിഡന്റ് എല്ലാവർക്കും ഓരോ ഓറഞ്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഈ പ്രസിഡന്റിന് ഒരു മോനുണ്ട്. മോൻ മാത്രമേ ഉള്ളൂ. ഭർത്താവ് എവിടെ പോയി എന്നറിയില്ല. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിരുന്ന് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ അപ്പാർട്ട്മെന്റിലുള്ളവരെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പുറത്താക്കണോ, ഒരു തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ ഒരു താമസക്കാരൻ പറയും എല്ലാവരെയും പുറത്താക്കണം, അല്ലെങ്കിൽ ഇന്ന് ആ താമസക്കാരന് നടന്ന അതേ സംഭവമായിരിക്കും നമുക്ക് നടക്കാൻ പോകുന്നു. അപ്പോൾ മറ്റൊരു താമസക്കാരൻ പറയും എങ്ങോട്ട് പുറത്താക്കാൻ, ഇവിടുന്ന് പുറത്തു പോയാൽ തണുത്തുറഞ്ഞ് ആ അമ്മയും പിള്ളേരെല്ലാം മരണപ്പെടും, അത്രയും പേരെ നമ്മൾ പുറത്താക്കി കൊല്ലണം. അപ്പോൾ വീണ്ടും ആ തടിയും ചേട്ടൻ പറയും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നു, അവരിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, എല്ലാം അവർക്ക് കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞും കൊടുക്കേണ്ടി വരും. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഈ മണ്ടം പറയുന്നത് പോലെ അവരെയും കൂടി അകത്തേക്ക് വലിച്ചു കയറ്റിയാൽ പിന്നെ നമ്മുടെ മരണം ഒന്നുകൂടി വേഗത്തിലായിരിക്കും. ഇത് കേട്ട ആ മണ്ടൻ ദേഷ്യപ്പെട്ട് ആരെയാടാ മണ്ടെന്ന് വിളിച്ച് നിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവർ തമ്മി ഭയങ്കര വഴക്ക്. അവസാനം പ്രസിഡന്റ് എഴുന്നേറ്റ് എല്ലാവരെയും ചീത്ത പറഞ്ഞ് മിണ്ടായിടാ ബ്ലഡി ഫൂൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം ഒച്ച വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് വൃത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കണം. ആ ചേച്ചി ഹീറോയെ നോക്കിയിട്ട് പറയും നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നില്ലേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് തീരുമാനമായിരിക്കും ഗവൺമെന്റ് ഒഫീഷ്യൽസ് എടുക്കുക, പറയൂ. ഹീറോ ആകപ്പെട്ട അവസ്ഥയാ, എന്ത് പറയണം, എന്തായാലും പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ പരസ്പരം അടിയുണ്ടാവാതെ വൃത്തിയായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടാവണം, ഒരു ടീം ഉണ്ടാക്കണം. ആ ടീമിന് ഒരു ലീഡർ ഉണ്ടാവണം. ലീഡർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കണം, അല്ലെങ്കിൽ തമ്മി ഇങ്ങനെ അടിയുണ്ടാവും. അപ്പോൾ ഇവര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ലീഡറെ നമുക്ക് തിരഞ്ഞെടുക്കണം. അയാൾ പറയുന്ന എല്ലാവരും അനുസരിക്കണം, എന്നാലേ കാര്യങ്ങൾ വൃത്തിയാവും. എന്നാൽ പിന്നെ നല്ല പരിചയമുള്ള പ്രായമുള്ള ഒരു ലീഡർ ആവട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു മുത്തപ്പനെയും മുത്തിയമ്മേനെയും ഇവർ നോക്കുന്നുണ്ട്. പാവം, അങ്ങേർക്ക് തല പൊക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും എക്സ്പീരിയൻസ് വേണ്ട, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരാൾ പറയുമ്പോൾ പ്രസിഡന്റ് പറയും ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച് നമുക്ക് വേണ്ടി മരിക്കാനും തയ്യാറായ ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരാളെ നമ്മൾ ഇന്ന് കാലത്ത് കണ്ടതായിരുന്നു. പാവ മനുഷ്യൻ ഓറഞ്ച് തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നേണ്ട കൂപ്പട്ടീങ്കോ അദ്ദേഹം തന്നെ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ആൾ. അങ്ങേരായിരിക്കണം നമ്മുടെ ലീഡർ. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും. അദ്ദേഹം തന്നെ നമ്മുടെ ലീഡർ. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ എഴുന്നേറ്റ് ചെറിയൊരു സ്പീച്ച് പറയുന്നുണ്ട്. നമ്മൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ, നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇപ്പോഴും പൊട്ടി വീഴാതിരിക്കണമെങ്കിൽ വി ആർ ചൂസൺസ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഇനിയും ജീവിക്കും സന്തോഷത്തോടെ. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ചില സ്പഷ്ടനിഷ്ഠമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. വരൂ, ഒരു വോട്ടെണ്ണലിലൂടെ പുറത്തുള്ള ആൾക്കാരെ പുറത്താക്കണോ അകത്താക്കണോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഇവർ വെള്ള ബട്ടണും കറുത്ത ബട്ടണും എടുത്തിട്ട് എല്ലാവർക്കും ഓരോ ബട്ടൺസ് തരും. അതിൽ വെള്ള ബട്ടണാണ് ആൾക്കാരെ പുറത്താക്കണം എന്നുള്ളത്, കറുത്ത ബട്ടൺ വേണമെന്നുള്ള ആൾക്കാർ. എന്താണ് അഭിപ്രായം? അവർ ബട്ടൺസ് കൊണ്ടുവന്ന് ഷൂസിനകത്തേക്കിടും. സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഓരോരുത്തരായിട്ട് ബട്ടൺസ് കൊണ്ടുവന്ന് ഷൂസിനകത്തേക്കിടും. അവസാനം എണ്ണ എടുക്കുമ്പം വെള്ള എല്ലാവരെയും പിടിച്ച് പുറത്താക്ക് എന്നതായിരിക്കും മെജോറിറ്റി ആയിട്ടുള്ള തീരുമാനം. ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം, അതിനുവേണ്ടി ചില പ്ലാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരും പിരിയുന്നു. രാത്രി ഭാര്യ ചോദിക്കും ഹീറോയോട്, അവരെല്ലാവരെയും പിടിച്ച് പുറത്താക്കൂത്രേ, സത്യമാണ് ഈ പറയുന്നത്, നിങ്ങൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലേ, അവരെങ്ങോട്ട് പോകും പാവങ്ങൾ? അത് കേട്ട് ഹീറോ പറയും നീ പേടിക്കാതെ, അവർക്ക് പോകാനുള്ള വഴി നമ്മുടെ ആൾക്കാരെന്നെ റെഡിയാക്കി കൊടുക്കും, അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലം ഉണ്ടാവും, നമുക്ക് നോക്കാം, കാലത്ത് വരെ കാത്തിരിക്കാം. ആ സമയത്തുണ്ട് കുഞ്ഞ് വോക്കി ടോക്കി കൂടെ ഹലോ മിസ് ലേഡി എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം തരുമോ? ഇത് മോളല്ലല്ലോ മോനല്ലേ. സോ മോൻ എന്തോ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോ സ്വന്തം കൈകളിലേക്ക് നോക്കുന്നത്. ഹീറോയ്ക്കൊരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഭൂകമ്പ പ്രളയം നടക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കടിയിൽപ്പെട്ട കൂട്ടുകാരിയെ ഹീറോയും ബാക്കിയുള്ളവരും കൂടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഭൂമി തിളച്ച് മറിഞ്ഞു വരുന്ന കണ്ട് ബാക്കിയുള്ളവരെല്ലാം ഈ പെണ്ണിനിട്ടിട്ട് ഓടും. ഹീറോയ്ക്കും വേറെ വഴിയില്ല. അവന്റെ തൊട്ട് മുന്നിലാണ് ഭൂമി ഇങ്ങനെ കിളച്ച് മറിഞ്ഞ് മേത്തോട്ട് വീഴാൻ വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നൊരു കാറിനകത്ത് കയറിയിരിക്കും. ഈ സമയത്ത് കാറ്റടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പെണ്ണ് ആ കാറ്റിപ്പെട്ട് പറന്നു പോകുന്നുണ്ട്.
ഹീറോ കാറിനകത്തായതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ആ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. തൻ്റെ കുടുംബം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കുറച്ചകലെയായിട്ട് കാണും. അവിടെ നിന്നായിരിക്കണം ആളെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് നടന്നു വന്നിട്ടുണ്ടാവുക. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ ഇവർ തെരഞ്ഞെടുത്ത ലീഡറല്ലേ, ആ ലീഡർ ഹീറോയെ കണ്ടിട്ട് പറയും, നിങ്ങൾ ആർമിയിലുണ്ടായിരുന്ന ആളല്ലേ, നിങ്ങളായിരിക്കണം നയിക്കേണ്ടത്. ഇവിടെയുള്ള യങ്ങറായിട്ടുള്ള ആൾക്കാരെ ഒത്തുചേർത്ത് ഒരു മിലിറ്ററി ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് അവരെ തടയാൻ പറ്റുള്ളൂ. ഇവർ വീണ്ടും ഒത്തുചേരും. ഒരു ടീം ഫോം ചെയ്ത് അത്യാവശ്യം വെപ്പൺസൊക്കെ ആയിട്ട് ഇറങ്ങിയാലേ അവരെ ചെറുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ തിരിച്ച് പ്രതികരിക്കും. നമുക്ക് വേറെ വഴിയില്ല എന്ന് പറയും ലീഡർ. എന്നാൽ ഇതിലൊരു ടീച്ചർ ഉണ്ടാവും, ഒരു കണ്ണട വെച്ച ടീച്ചർ. അങ്ങേര് പറയും, എനിക്ക് ലങ്സിന് ബുദ്ധിമുട്ടുണ്ട്, അടിപിടിക്ക് ഇറങ്ങാൻ പറ്റില്ല, ദയവേത് എന്നെ ഒഴിവാക്കണം, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ടീച്ചർ ഇറങ്ങിപ്പോകും. ഈ സമയത്ത് കുഞ്ഞു പയ്യനും നമ്മുടെ ചേച്ചിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരം ഹീറോ വീട്ടിലേക്ക് വന്ന് ഒരു കമ്പി ഇളക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ 902 ആ അമ്മൂമ്മയില്ലേ, ആ അമ്മൂമ്മയുടെ പാഡൊക്കെ മകൻ തന്നെയാണ് മാറ്റുന്നത്, നമ്മുടെ ലീഡർ മകൻ. പാഡൊക്കെ മാറ്റിയിട്ട് അമ്മൂമ്മയുടെ തന്നെ കുത്തുവടി എടുത്തിട്ട് പുള്ളി വരുന്നുണ്ട്. ഈ നേരം കുഞ്ഞിനെ നല്ല പൊതച്ച് എല്ലാവരും വിളിക്കുന്നുണ്ട്, മക്കള് ഗ്രൗണ്ടിലേക്ക് ചെല്ല, നിങ്ങൾക്ക് നല്ലൊരു വീട് തരും എന്ന് പറഞ്ഞ് ചേച്ചി കുഞ്ഞിനെയും അമ്മേനെയും പറഞ്ഞു വിടുവാണ്. കുഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. പാവം എല്ലാവരും അങ്ങനെ തണുപ്പത്ത് മരവിച്ച് വിറച്ചിങ്ങനെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലീഡർ ആൾക്കാരും കമ്പിയും പാരയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിഷിന്റെ കൊടയുണ്ട്, കുറെ ഗേറ്റിന്റെ പീസുണ്ട്, അതെല്ലാം ആയിട്ട് ഇങ്ങനെ നിരന്നു വന്ന് നിൽക്കുക. ഇവർക്ക് മനസ്സിലാവില്ല ഇവിടെ എന്താ സംഭവിക്കണമെന്ന്. ഇവരെന്താ ഈ കാണിക്കുന്ന? ലീഡറുടെ കയ്യിലൊരു മൈക്ക് കിട്ടും. പുള്ളിക്കാരൻ വിളിച്ചു പറയും, ഈ ഹങ്വാങ്കാങ് അപ്പാർട്ട്മെന്റ് ഇവിടുത്തെ താമസക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതുകൊണ്ട് പുറത്തുനിന്ന് വന്ന എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ഈ നേരം കുഞ്ഞ് ഹീറോയ്ക്ക് ടാറ്റ കാണിക്കുന്നുണ്ട്, ഹായ് അങ്കിൾ. പക്ഷെ ഹീറോ അങ്ങോട്ട് മുഖം കൊടുക്കുന്നില്ല. അവന് കുറ്റബോധമാണ്, വേറെ വഴിയുമില്ല. എല്ലാവരും പിരിഞ്ഞു പോകണം, ഇവിടെ ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റാണ്, എല്ലാവരും പിരിഞ്ഞു പോകണം. ഇത് കേട്ട് അവർ ഞെട്ടി ഇവരോട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോവൂടാ? ഈ തണുത്ത് വിറച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒഴിവാക്കുന്നത്. ഇതിലൊരു സെക്യൂരിറ്റി, മാഡം ഞാൻ 30 വർഷമായി നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, എനിക്കിവിടെ വീടില്ല എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾ എന്നെ പുറത്താക്കുകയാണോ? ആ പാവങ്ങളെല്ലാം പകച്ചു നിൽക്കുകയായിരിക്കും. ആ സമയത്താണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ PA വന്നിട്ട്, ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ചെയ്യരുത്, നമുക്കിവിടെ ഒരു കോൺഗ്രസ്മാൻ ഉണ്ട്, യൊണ്ടി ഹോയ്, അദ്ദേഹമാണ് ഇവിടുത്തെ കൗൺസിലറായിരുന്നു, ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം കൈകാര്യം ചെയ്തോളൂ, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അദ്ദേഹം പറയട്ടെ. ഉടനെ കോൺഗ്രസ്സുകാരൻ, ഇങ്ങനെയുള്ള മോശപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കണം, അതാണ് വേണ്ടത്. ഇവർ വടിയും പാരയൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താ, അതിനെതിരെ എതിർത്ത് നമ്മൾ ചെറുക്കാൻ ശ്രമിക്കണം, അവരെ ചെറുക്കാൻ ശ്രമിക്കുക, നമുക്ക് അവകാശപ്പെട്ട സ്ഥലം നമ്മൾ പിടിച്ചെടുക്കുക. ഇത് കേൾക്കുമ്പോൾ ലീഡർ വന്നിട്ട്, കോൺഗ്രസ്സുകാരൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകണം, അനാവശ്യമായ വഴക്ക് പ്രോത്സാഹിപ്പിക്കരുത്. ഇത് കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാരന്റെ PA ലീഡറെ ദൂരേക്ക് തള്ളിയിടും. എന്നിട്ട് നാട്ടുകാരോട്, എല്ലാവരും ഇടിച്ചു കയറിക്കോളൂ, യുവമാരെ ഒന്നും നോക്കണ്ട, നമുക്ക് ജീവിക്കണ്ടേ, എല്ലാവരെയും തട്ടിത്തെറിപ്പിക്കുന്നും പറഞ്ഞ് ആൾക്കാരെ വിളിക്കുന്നു. ആൾക്കാരെല്ലാം ഓടി വന്ന് തടസ്സം നിൽക്കുന്ന അപ്പാർട്ട്മെന്റുകാരെ തള്ളി മാറ്റാണ്, പിടിച്ച് വലിച്ചിടുകയാണ്. വലിയ ബഹളം മാറ്റി. ഈ ബഹളത്തിൽപ്പെട്ട പല അച്ഛനും അമ്മയും തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഈ ബഹളക്കാരാണെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ ഡോറെല്ലാം പൊളിച്ചകത്തേക്ക് കടന്നു കഴിഞ്ഞു. അതിലെ ഒരുവൻ നമ്മുടെ ഹീറോയുടെ പൊള്ളക്ക് കയറി പിടിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ലീഡർ ഹീറോയെ രക്ഷപ്പെടുത്തി. ഇവര് കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അപ്പാർട്ട്മെന്റിൽ ബാക്കിയുള്ള എല്ലാവരും കൂടും. കുടുംബത്തിലെ ആണും പെണ്ണും എല്ലാവരും കൂടി ഈ പുറത്തെ ആൾക്കാരെ തള്ളി അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുകയായിരിക്കും. അതിലെ ഒരാൾ ക്യാപ്റ്റന്റെ മണ്ടയ്ക്കിട്ട് 4 എണ്ണം കൊടുക്കുന്നുണ്ട്. എന്നാലും ആ ലീഡർ പിന്മാറില്ല. വരുന്ന എല്ലാവരെയും കൊല്ലുന്നു പറഞ്ഞ് പുള്ളി മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ അപ്പാർട്ട്മെന്റിന്റെ മുകളിലുള്ള ബാക്കിയുള്ള താമസക്കാർ അവര് പൂച്ചട്ടിയും കല്ലും കരടും കമ്പും എല്ലാം ഈ ഔട്ട്സൈഡേഴ്സിന്റെ മുകളിലേക്ക് വലിച്ചെറിയും. അവർക്ക് വേറെ വഴിയില്ല. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അവർ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഇവർ ഉപദ്രവം കാരണം അവർ പിന്നോട്ട് മാറും. മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാൻ കഴിയില്ല. അവർ പേടിച്ചോടിയതോടെ ഈ അപ്പാർട്ട്മെന്റുകാരാണെങ്കിൽ വലിയ എന്തോ യുദ്ധത്തിൽ ജയിച്ചതുപോലെ ആർപ്പ് വിളി കൂട്ടുന്നുണ്ട്. എല്ലാവരും ലീഡർക്കും ജയ് വിളിക്കും. ഈ അപ്പാർട്ട്മെന്റ് നമുക്ക് മാത്രമാണ് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ശ്ലോകവും ചൊല്ലുന്നുണ്ട്. കൂടെ നമ്മുടെ ഹീറോയും. അത് കണ്ട് ഭാര്യ വിഷമിക്കുകയാണ്. എന്റെ കെട്ടിയവനും ഇങ്ങനൊരു ക്രൂരനായി മാറിയല്ലോ. അങ്ങനെ നാട്ടുകാരെ എല്ലാം ഓടിച്ചിട്ട് ഇവര് പുതിയ റൂളൊക്കെ സെറ്റ് ചെയ്യും. നമ്മുടെ ലീഡറെയാണെങ്കിൽ എല്ലാവരും ലീഡറെ ഞങ്ങളുടെ കാവൽക്കാരാന്നൊക്കെ വിളിക്കുന്നത് പുള്ളിക്ക് നല്ല സൂഹിക്കുന്നുണ്ട്. പുതിയ റെഗുലേഷൻസ് ഇവർ സെറ്റ് ചെയ്തു. അപ്പാർട്ട്മെന്റിന്റെ സ്വന്തക്കാരല്ലാതെ മറ്റാരും തന്നെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അസോസിയേഷൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. എല്ലാവരും ഒത്തുകൂടി അപ്പാർട്ട്മെന്റിന് ചുറ്റും ബലമുള്ളൊരു വേലിയും കെട്ടും. ഒരു ആന്റി ക്രൈം സ്ക്വാഡ് ഉണ്ടാക്കും. അതിൽ ചെറുപ്പക്കാരായ ആൾക്കാരും അത്യാവശ്യം തടിമിടുക്കുള്ള ആൾക്കാരും ഉണ്ട്. അവരാണ് അടിക്കാനും ഇടിക്കാനും കാവലിന് നിൽക്കുന്നത്. അതേപോലെ അവർ തന്നെ പുറത്തുപോയി ഇവർക്ക് വേണ്ട ഫുഡും മെഡിസിനും എല്ലാം സെർച്ച് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് അത് ഈ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും ശരാശരിയായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപകടം പറ്റിയവരെ നമ്മുടെ നായിക ലീഡറായിട്ട് നിന്ന് ചികിത്സ കൊടുക്കുന്നുമുണ്ട്. പിന്നെ ബാത്റൂം വേസ്റ്റ് അത് കളയണതും വലിയ പണിയാണല്ലോ.
അത് കവറിൽ കെട്ടി അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്തുള്ള വലിയ കുഴിയിലേക്ക് ഇവർ വലിച്ചെറിയും. അങ്ങനെ സന്തോഷമുള്ള, സമാധാനമുള്ള, ഒത്തൊരുമയുള്ള കുറേ ദിവസങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോവാണ്. വലിയ തൊല്ലയൊന്നുമില്ല. അത് കഴിയുമ്പോഴാണ് കടുത്ത ശൈത്യം വരുന്നത്. ആ സമയത്തും ഇവർ ഭക്ഷണം തേടി പോകണമല്ലോ. ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഭക്ഷണം വേണം. സോ ഒരു സ്ക്വാഡ് ഈ ഭക്ഷണം തേടി പോകുന്ന വഴിക്കാണ് ഹീറോ കാണുക ഇവരടിച്ച് പുറത്താക്കിയില്ലേ ഔട്ട്സൈഡേഴ്സ്. അവരിൽ ഒരുപാട് പേര് തണുപ്പത്ത് വിറച്ച് മരവിച്ച് മരിച്ചടക്കുക. ആർക്കും ജീവനില്ല. എന്നാൽ അതിലൊന്നും ആ കുഞ്ഞിനെയും അമ്മയെയും കാണുന്നുണ്ടാവില്ല. ഇപ്രാവശ്യം പോയിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. വീണ്ടും ഇവര് മാപ്പ് നോക്കി അടുത്തുള്ള പല അപ്പാർട്ട്മെന്റുകളും, പൊളിഞ്ഞടക്കുന്ന പല അപ്പാർട്ട്മെന്റുകളും സെർച്ച് ചെയ്യുന്നുണ്ട്. ഒന്നും തന്നെ കിട്ടുന്നില്ല. മുഴുവൻ ആൾക്കാർക്കും വേണ്ട ഭക്ഷണം ഇനി ഏതാണ്ട് ഒരാഴ്ചക്കത്തേക്കേ ഉള്ളൂ. സ്ക്വാഡ് ടീമിനാണെങ്കിൽ വളരെ ക്ഷീണവുമായി തപ്പി നടന്നിട്ട് ഒന്നും കിട്ടാനുമില്ല. എന്നാലും ലീഡർ വീണ്ടും ഊർജം കൊടുത്ത് ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയും ഈ ലീഡറും തമ്മിൽ സംസാരിക്കുന്നു. അവരുടെ ജീവിതകഥ പറയുന്നു. ഹീറോയ്ക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ വിവാഹം കഴിച്ച് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം കുഞ്ഞ് അബോർട്ടായിപ്പോയി, മിസ്കാരേജ് ആയി. വീണ്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ലീഡർ അയാളുടെ കഥ പറയും. ഭാര്യയുമായി വഴക്കിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കഴിയുന്നത്. എന്നാലിപ്പോ അവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ആ വിഷയം കഴിയുമ്പോൾ ഇവിടെ ഹീറോയിൻ ആ കൊച്ചുകുട്ടിയില്ലേ, ആ കുഞ്ഞിന്റെ ശബ്ദം ദൂരേന്ന് കേൾക്കും. നോക്കുമ്പോൾ കണ്ണട വെച്ച ടീച്ചർ ആ കൊച്ചുകുട്ടിയെ വീടിനകത്തേക്ക് എടുത്തോണ്ട് പോകുന്നു. ആ കുഞ്ഞ് ലേഡി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആ കുഞ്ഞിന്റെ കയ്യിൽ ഈ ചെറിയ വോക്കി ടോക്കി ഉണ്ടായിരുന്നു. ഹീറോയിൻ ഓടി വീടിനകത്തേക്ക് വന്നിട്ട് മോനെ കേൾക്കുന്നുണ്ടോ? കുഞ്ഞ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കൂടെയുള്ള ടീച്ചർ മിണ്ടാതിരിക്കെ, ചെന്ന് നിന്റെ അമ്മയുടെ അടുത്തിരിക്കുക, ആരോടും സംസാരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയും പറയും, സാർ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞും അമ്മയും ഇപ്പം നിങ്ങളുടെ കൂടെയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം. നോക്കുമ്പോൾ ആ കുഞ്ഞും അമ്മയും മാത്രമല്ല, വേറെ 2 കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും അവിടെയുണ്ട്. ഈ സമയത്ത് ഭക്ഷണം തേടിപ്പോയ സ്ക്വാഡ് അവരൊരു ഷോപ്പ് കണ്ടുപിടിക്കും. അതിനകത്ത് കുറെ ഭക്ഷണമുണ്ട്. എല്ലാവരും കൂടി ഇടിച്ച് ഷോപ്പിനകത്തേക്ക് കയറുമ്പോണ്ടാവും ആ ഷോപ്പിന്റെ ഓണർ ഒരു മിഡിൽ ഏജ് തന്തൻ. പുള്ളി തോക്കുമായി ആരെങ്കിലും അകത്തേക്ക് കയറിയാൽ പൊട്ടിച്ച് കൊല്ലൂടാ എല്ലാത്തിനെയും. ഈ ഭക്ഷണം ഞങ്ങൾക്കുള്ളതാണെന്നും പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിക്കുക. ഒരു ചെറുക്കനെ പിടിച്ചും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾ തിരികെ പോവുക, ചെറുക്കനെ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പുറകിലുണ്ടാവും. ഇയാൾ അറിയാതെ പെട്ടെന്ന് ഹീറോ ചാടി വീണ് ആ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ കയ്യിലെ തോക്കറിയാതെ പൊട്ടുകയും ചെയ്യും. ഈ തോക്കിലുണ്ട നമ്മുടെ സെക്രട്ടറിയുടെ മോന്റെ തലയിൽ പെടുന്നുണ്ട്. പയ്യൻ മരിക്കുന്നില്ല, പക്ഷെ വലിയ മുറിവാകും. ഇത് കണ്ട ലീഡർ ആ മൂപ്പിലാനെ പിടിച്ച് നിലത്തിട്ട് വലിച്ച് അടിച്ചടിച്ച് ഏകദേശം കൊന്നുകഴിഞ്ഞു. ഞങ്ങളുടെ ടീമിനെ ഉപദ്രവിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ എന്നും പറഞ്ഞ് അയാൾ ഇടിച്ചു പരത്തിയിട്ട് ബാക്കിയുള്ളവരോട് കടയിലുള്ള മുഴുവൻ സാധനങ്ങളും അവിടുന്ന് അടിച്ചു മാറ്റാൻ പറയും. എല്ലാവരും കയറി വേണ്ട സാധനങ്ങളെല്ലാം എടുക്കുന്നു. ഇവരതെല്ലാം എടുത്തിട്ട് പോകാൻ നേരാണ് ഹീറോ കാണുന്ന ലീഡർ ഇടിച്ചിട്ട് ആ പാവം മനുഷ്യന് ഒരു ഭാര്യയും കുഞ്ഞുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി സംഭരിച്ചു വെച്ച സാധനമായിരുന്നു ഇതെല്ലാം. അതാണ് ഇവരടിച്ചു മാറ്റിയത്. അങ്ങനെ കിട്ടിയ സാധനം കൊണ്ട് സ്ക്വാഡ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വേറെ 4 വീടില്ലാത്തവര്, ഔട്ട്സൈഡേഴ്സ്, അവർ ഈ അപ്പാർട്ട്മെന്റ് കണ്ടിട്ടേയില്ല. എന്തേലും പെറുക്കി തിന്ന് എവിടെയെങ്കിലും കൂടി കിടക്കുന്ന പാവ മനുഷ്യർ. അവരിൽ ഒരാൾ പറയും, ദൂരെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് കേട്ടു, പക്ഷെ പേടിയാ, അവിടുത്തെ ആൾക്കാര് മനുഷ്യരെ ചുട്ടു തിന്നുന്നു എന്നാണ് കേട്ടത്. നമ്മളെ കിട്ടി അവർ കൊന്നുകളയും, അങ്ങോട്ട് പോവാനേ പേടിയാ. ഇങ്ങനെ എവിടുന്നോ കേട്ട റൂമർ ഇവര് സംസാരിക്കുമ്പോഴാണ് ലീഡറും കൂട്ടരും ആ വഴി പോകുന്നു കാണാം. പേടിച്ചവന്മാര് ഓരോ മൂലയ്ക്ക് ചെന്ന് ഒളിച്ചിരിക്കും. നമ്മുടെ ടീം തിരിച്ച് വീട്ടിലേക്ക് എത്തി. കുറെ എണ്ണയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ജനറേറ്റർ ഓണാക്കി ലൈറ്റ് കത്തിച്ച് തീ വെച്ച് ഇവർ കിട്ടിയ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറെ മദ്യവും കിട്ടിയിട്ടുണ്ട്. ഒരാൾ മൈക്കും എടുത്ത് പാട്ടും പാടുന്നുണ്ട്, ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞു. അങ്ങനെ ആഘോഷം. അതിനിടയ്ക്ക് ഹീറോയെ നമ്മുടെ ലീഡർ വിളിക്കും. ഹീറോയെ ലീഡർക്ക് ഒരുപാട് ഇഷ്ടമായി. പുള്ളിക്ക് പ്രത്യേകം മദ്യം കൊടുക്കുന്നുണ്ട്. ഈ നേരത്ത് ഇവർ അപ്പാർട്ട്മെന്റിന് കാവൽ നിൽക്കുന്ന 2 പേര് ഒരു സ്ത്രീ രൂപത്തെ കണ്ട് പേടിക്കും. അപ്പം ആരും മറക്കണ്ട, കൂക്കു FM-ന്റെ നെവർ ബിഫോർ ഓഫർ 7 days ഫ്രീ ട്രയൽ. 7 ദിവസത്തേക്ക് സൗജന്യമായി 10,000-ൽ പരം പുസ്തകങ്ങളുടെ ഓഡിയോ വിവരണങ്ങൾ കേൾക്കാം. ഇതെല്ലാവർക്കും ലഭിക്കും. ആരും മിസ്സാക്കരുത് ഈ ഓപ്പർച്യൂണിറ്റി. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.